മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുമോളും ശൈത്യയും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, എടി ഞാൻ രാവിലെ കരഞ്ഞുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിച്ചത്. ഷാനവാസിക്കയും അക്ബർക്കൊക്കെ എന്നോട് ഇങ്ങനെ വഴക്കുണ്ടാക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നീയും 2-3 പേരും മാത്രമാണ് ഒന്നും മിണ്ടാണ്ട് അവിടെ ഇരുന്നത്. സത്യം പറയാലോ, എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ശൈത്യ പറയുന്നുണ്ട്, പരിപ്പ് കറി വെച്ച് കഴിഞ്ഞാലും സമയമൊക്കെ ആവുമല്ലോ എന്ന് പറയുന്നുണ്ട്. അതെ, പരിപ്പ് വേവാനും സമയമൊക്കെ എടുക്കുമല്ലോ. ആ സമയത്ത് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്താൻ മാത്രമാണ് ശ്രമിച്ചത്. ദൈവമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ശൈത്യേ. ഇന്ന് കണ്ടില്ലേ, ഞാൻ രാവിലെ കരഞ്ഞതിന് ഇപ്പം അവർ അടുക്കളയിൽ കിടന്ന് എന്തൊക്കെ കഷ്ടപ്പാടാണ് കാണിക്കുന്നത്. സാധനങ്ങളെല്ലാം തീർന്നു, അരി മാത്രമാണുള്ളത്. കറി വെക്കാൻ ഉള്ളിയും തക്കാളിയും മാത്രമാണുള്ളത്. ഇപ്പം എത്ര പേര് ചേർന്നിട്ടാണ് അവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എനിക്ക് മനസ്സിലായി ദൈവമുണ്ടെന്ന്. അനുമോൾ ശൈത്യനോട് പറയുന്നുണ്ട്, എനിക്കെന്താണെങ്കിലും വിശക്കുന്നൊന്നുമില്ല. ഉച്ചയ്ക്ക് ബാക്കി വന്ന ചോറ് ഞാനത് മുഴുവൻ കറി ഒഴിച്ച് ഞാൻ തന്നെയാണ് കഴിച്ചത്. അതുകൊണ്ട് എനിക്കിപ്പോൾ വിശപ്പൊന്നുമില്ല. എനിക്കിപ്പോൾ ഇനി ഭക്ഷണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോൾ ശൈത്യ ഭയങ്കര സന്തോഷത്തോടെ പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കിന്ന് ഭയങ്കര സന്തോഷമായിടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ ആദ്യം വന്ന അന്ന് എന്നെ എവിക്ഷനിൽ നോമിനേറ്റ് ചെയ്തവരാണ് ഇവിടുത്തെ പലരും. എല്ലാവരും ഇന്നെന്നെ ക്യാപ്റ്റൻസി ടാസ്കിൽ എന്നെ തിരഞ്ഞെടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ബിഗ് ബോസ് വീട്ടിൽ വലിയ ആക്റ്റീവൊന്നും അല്ലെങ്കിലും അവിടെ നിൽക്കുന്നവരുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം പിടിച്ചു പറ്റാൻ നമ്മുടെ ശൈത്യയ്ക്ക് ഇപ്പോൾ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ശൈത്യ എത്തുകയും ചെയ്തിട്ടുണ്ട്.